മാധവൻ കിടപ്പൊന്നുമല്ലല്ലോ അല്ലേ മോളെ? ഏയ്, അച്ഛനിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മേ. 2 ആഴ്ച കഴിയുമ്പോ സ്റ്റിച്ച് എടുക്കാന്നാ എനിക്ക് തോന്നുന്നത്. അടികിട്ടിയ ആശുപത്രി കിടന്നപ്പോ സത്യത്തെ ഞങ്ങളാകെ പേടിച്ചുപോയി. ഒരുപാട് നേരം കഴിഞ്ഞല്ലേ ബോധം പോലും തിരിച്ചു കിട്ടിയേ. അച്ഛനും നന്ദനോട് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, നന്ദേട്ടന് അബദ്ധം പറ്റിയതാണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞല്ലോ. മാത്രമല്ല നന്ദേട്ടനെ കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. MLA-ക്ക് സുഖമാണല്ലോ അല്ലേ? MLA എന്ന് ഉദ്ദേശിച്ചത് ദേവിയേച്ചിയാണോ? അല്ല, 139 പേര് വേറെ ഉണ്ടല്ലോ. നീ എന്നെ കളിയാക്കണോ? ഞാനായിട്ട് ആരെയും കളിയാക്കാറില്ല ചേച്ചി. പിന്നെ ആവശ്യമില്ലാതെ എന്നെ കളിയാക്കാൻ വന്ന ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടി വിട്ടുകളയാനും തോന്നാറില്ല. എന്താന്നറിയില്ല, ഈയിടെയായിട്ട് എന്റെ പ്രതികരണങ്ങളിൽ വലിയ തകരാറുണ്ടെന്ന് തോന്നുന്നു. അതെനിക്കറിയാം. നിന്നോടൊന്നും സംസാരിക്കാൻ പാടില്ല, അതാ നല്ലത്. ചേച്ചി ഒരു സമയത്ത് എന്നോട് എന്ത് നല്ല രീതിയിലാണ് പെരുമാറിയത്. എന്നെപ്പോലെ വേണം ഓരോ പെൺകുട്ടികളും പെരുമാറേണ്ടതെന്ന് എന്നെ പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആ രജനി ചേച്ചി ഇപ്പൊ എന്ത് മാറിപ്പോയി. നിന്റെ ചേച്ചി മാറിയതിന്റെ അത്രയൊന്നും ഈ ചേച്ചി മാറിയിട്ടില്ല. അത് നേരാ, എന്റെ ചേച്ചിയുടെ മാറ്റം ഒട്ടും ചെറുതല്ല. അങ്ങനെ മാറാൻ വൈകി പോയതിലേ എനിക്ക് വിഷമമുള്ളൂ. മെഴുകുതിരി വെളിച്ചം കാണുമ്പോ കൊച്ചുകുട്ടികളെ കൗതുകം കൊണ്ടൊന്നും തൊട്ടു നോക്കും. ചെറുതായൊന്ന് പൊള്ളുമ്പോ കൈവലിക്കും, പിന്നെ തൊടില്ല. പക്ഷെ ചില പെണ്ണുങ്ങള് പൊള്ളി പൊള്ളി ഉള്ളു നേറി ആ മെഴുകുതിരി വെളിച്ചം തന്നെ ഈശ്വര തുല്യമായി കണ്ട് ജീവിച്ചു തീർക്കും. എവിടെ എത്താത്തൊരു ജീവിതം മരണം വരെ പോകും. നിർത്തടി. നീ ഈ സാഹിത്യം പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നെന്ന് മനസ്സിലായി. അവളുടെ ഒരു മെഴുകുതിരി വിളിച്ച ചുമ്മാ അതിന്റെ രജനി, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? അമ്മ പറഞ്ഞത് നേരാ. ചേച്ചി, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കിക്കുന്നത്? നമ്മുടെ 2 കുടുംബങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാണും, ഞങ്ങളെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. നല്ലത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ കരുതുന്ന പോലെ സംഭവിച്ചു പോണമെന്നില്ല. അല്ല, ഇത് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ വലിയ വഴക്കിലേക്ക് പോവുകയാണോ? സോറി അമ്മേ, ഞാൻ നിർത്തി. ഇനി ഒന്നുമില്ല. ചേച്ചി, ഞാൻ സുല്ലിട്ടെ. അല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് കുഴപ്പമുണ്ടെന്നാ നീ പറയുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അല്ലേ അമ്മേ? ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, അത് വിട്ടേക്ക്. നല്ല ചായ കേട്ടോ. ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കോ? അറിയില്ല. MLA പദവി 5 വർഷം ഉണ്ടാവുള്ളൂ, അതിന് ചേച്ചിയോട് പറഞ്ഞേക്കും. MLA-ക്ക് 5 വർഷമാണെന്ന് ചേച്ചിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും അറിയാലോ. പിന്നെ 5 വർഷം കഴിഞ്ഞാൽ ചേച്ചി പദവി വിട്ട് ഒഴിയേണ്ടി വരുമെന്നാണ് രജനി ചേച്ചി ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ദേവി ചേച്ചി വീണ്ടും മത്സരിക്കും, MLA-യും ആവും. നിന്റെ ചേച്ചി ഇനി മത്സരിക്കുകയില്ല, MLA ആവേയില്ല. അവളെ ഇപ്പൊ MLA ആക്കിയതേ എന്റെ അച്ഛൻ ചെയ്ത് തെറ്റാ. നീ വേണമെങ്കിൽ പന്തയം വെച്ചോ. എന്താ ഒരു പന്തയം വെപ്പൊക്കെ? എന്താണ് പന്തയത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു. ഏയ്, ഞങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞതാ ഗിരീഷ് ചേട്ടാ. ഏയ്, വെറുതെ പറഞ്ഞല്ലോ. എന്താമേ, ചെറിയ തർക്കം വല്ലതും നടന്നോ? ഏയ്, ഒന്നുമില്ല. ചേച്ചി അനിയത്തിയല്ലേ, 1ഉം 2ഉം പറഞ്ഞു നിന്നതാ. എന്താ കാര്യം? ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. അത്
അടുത്ത പ്രാവശ്യം ദേവേച്ചി മത്സരിക്കില്ല, MLA ആവില്ല, പന്തയമുണ്ടോന്ന് രജനേച്ചി വെറുതെ ചോദിച്ചതാ. എന്നാ പിന്നെ വെറുതെ ആവണ്ട, കാര്യമായിട്ട് തന്നെ ആയിക്കോട്ടെ. അതെ, അടുത്ത പ്രാവശ്യവും ദേവിക മത്സരിക്കും. MLA ആവും, ചിലപ്പോ മന്ത്രിയാവും. പന്തയം വെക്കാം. ഒരു പന്തയത്തിന് ഞാനില്ല. അവൾ MLA ആയിക്കോട്ടെ, എനിക്കെന്താ. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഗിരീഷേട്ടാ. ചായ കുടിച്ചില്ല? അമ്മേ, ഞാൻ ഇറങ്ങുകയാണേ. രജനീച്ചി, ഞാൻ ഇറങ്ങുകയാണേ. ആ ആയിക്കോട്ടെ. ശരി.